ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതുപോലൊരു ചായ, ഇനി അങ്ങോട്ട് മഴക്കാലമാണ്. അപ്പം മഴക്കാലത്ത് തൊണ്ടവേദന, ചുമ ഇതൊക്കെ നമ്മുടെ പിന്നാലെ അങ്ങോട്ട് പോരും. അപ്പോൾ ഇതുപോലൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം വരില്ല കേട്ടോ. പരമാവധി നമുക്ക് അസുഖങ്ങളൊക്കെ മാറ്റി നമുക്ക് ഉഷാറായി നടക്കാം. അല്ലെങ്കിൽ ചുമച്ച് ഈ ചുമ എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും മാറാത്തൊരു സാധനമാണ്. അപ്പോൾ ഇതുപോലെ ചായ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. അടിപൊളി ചായയാണ് കേട്ടോ. പാൽ ചായ ഉണ്ടാക്കാം, കട്ടൻ ചായ ഉണ്ടാക്കാം, അല്ലെങ്കിൽ കാപ്പി ഉണ്ടാക്കാം, ഏത് വേണേലും ഉണ്ടാക്കാം. പക്ഷേ മസാലപ്പൊടികളൊക്കെ ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചായ വയ്ക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചായ കാപ്പി എന്തായാലും നമുക്ക് കുടിച്ചാൽ മതി. ചായ കുടിക്കുന്നവർ ചായ കുടിക്കാം, കാപ്പി കുടിക്കുന്നവർ കാപ്പി കുടിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കണത് കാണിക്കാം. ഇതിലേക്ക് കണ്ട കുരുമുളക്, ഒന്ന് ചതച്ച കുരുമുളക് കുറച്ച്, 1 ടീസ്പൂണോളം. 2 പേർക്കുള്ള ചായയാണ് കേട്ടോ. ഒരു കഷ്ണം ഇഞ്ചിയും കുരുമുളകും കുറച്ച് കൂടുതലെടുത്തോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. 2 ഏലക്ക ഒന്ന് ചതച്ചത്, 2 ഗ്രാമ്പു ചതച്ചത്, ഒന്ന് വെറുതെ ചതച്ചിട്ടുള്ളൂ കേട്ടോ. തിളയ്ക്കാറാവുമ്പോൾ അടുത്തത് ചേർക്കാം. അപ്പോൾ തിളയ്ക്കാറായിട്ടുണ്ട്. ഇനി ചേർക്കണതാണ് ശർക്കര. കണ്ടോ, ശർക്കര വേണമെന്നവർക്ക് ചേർത്താൽ മതി, അല്ലെങ്കിൽ എത്രക്ക് പഞ്ചസാര ചേർക്കാം. ഈ മഴക്കാലം കഴിയുന്ന വരെ നമ്മൾ രാവിലെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു നേരം കുടിച്ചാൽ മതി. നമുക്ക് പ്രധാനമായിട്ടാണ് ചുമ. ആ ചുമ വന്നു കഴിഞ്ഞാൽ മാറില്ല. അപ്പോൾ ചുമ വരാതിരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റാണ് ഇത് കേട്ടോ. പിന്നെ ഇപ്പോൾ അറിയാലോ, ഇപ്പോൾ പനി ഇനി വരും, കഫക്കെട്ട് വരും, തൊണ്ടവേദന വരും. തൊണ്ടവേദന ഒരു വല്ലാത്തൊരു പ്രശ്നക്കാരനാണ് കേട്ടോ. പിന്നെ ഡോക്ടറെ അടുത്തൊക്കെ നമ്മൾ പ്രധാനപ്പെട്ട ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഒന്ന് മാസ്ക് വെച്ച് പോകാൻ നോക്കുക. എന്താ വെച്ചാൽ പലരും നമ്മുടെ ചിലപ്പോൾ തൊട്ട് മുന്നിൽ വന്നിട്ടാണ് ചുമയ്ക്കുക. ചിലർക്ക് വായ പൊത്തി പിടിച്ച് ചുമയ്ക്കാൻ അറിയില്ല. അപ്പോൾ അങ്ങനെ ചുമയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്കും പകരും ഇട്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മഴക്കാല രോഗങ്ങൾ കുറേ വരാതെ നോക്കാം. തിളച്ച് വരുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ചായല, എത്ര ചായല വേണ്ടേ ഓരോരുത്തരും ഇഷ്ടമാണല്ലോ. ചിലർക്ക് ഇത് പാലൊഴിച്ച് വെക്കാനും ഇഷ്ടമാണ്, അല്ലാത്തവർക്ക് കട്ടനാണ് ഇഷ്ടം. വല്ലാണ്ട് തിളച്ച് മറിയാൻ നിൽക്കണ്ട. അപ്പോഴേക്കും നമുക്ക് ഇതെന്താണ് പുതിനയും തുളസി. ഇത് നമ്മൾ വല്ലാതെ തിളപ്പിക്കരുത്. തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വെന്ത സ്മെല്ല് വരും. കണ്ടോ, അപ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ കേട്ടോ കാര്യം. ഇനി വേറെ ഒന്നും കൂടി കൂട്ടിട്ടുണ്ടതിൽ. വേറൊരു കാര്യം കൂടി മറന്നു പോയിട്ടാ. അതെന്താണെന്നറിയോ, ഒന്നെങ്കിൽ പെരിഞ്ജീരകം ചായയിൽ മിക്കവരും ഇടില്ല അല്ലേ. പക്ഷെ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇവിടെ പൊടിയാണ് കേട്ടോ, ജീരകപ്പൊടി അതിട്ട് കൊടുക്കുന്നുണ്ട്. സ്റ്റവ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. പൊടിയായി ജീരകണെങ്കിൽ നേരത്തെ ഇട്ട് കൊടുക്കണം. പൊടിയാകുമ്പോൾ അപ്പം തന്നെ അങ്ങോട്ട് ഇറക്കാമല്ലോ. ഇനി നമുക്ക് ചായ ഇതിലേക്ക് ഒഴിക്കാം, അരിച്ചൊഴിക്കാം. ഇനി ഒരു സാധനം കൂടി കൂട്ടാനുണ്ട് കേട്ടോ. ഇത് ഈ ഗ്ലാസ്സിലേക്ക് ചായ വറുത്താം. ചായയോ കാപ്പി അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് കാപ്പി കുടിക്കാനായിട്ട് ഇഷ്ടം, ചിലർക്ക് കട്ടൻ ചായ കുടിക്കാനായിട്ട് ഇഷ്ടം, ചിലർക്ക് എന്താണെന്നറിയാം പാലൊഴിച്ചതാവും. അപ്പം അങ്ങനെയൊക്കെ ആയാലും ഇത് അതിൽ ഉൾപ്പെടുത്തിയാൽ മതി, കുഴപ്പമൊന്നുമില്ല, കാര്യമൊന്നുമില്ല. ഇതിലേക്ക് നാരങ്ങ 2 തുള്ളി. ഇത് നമുക്ക് വായിൽ കൂടെ വരുന്ന രോഗങ്ങളൊക്കെ, തൊണ്ടവേദന പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കും കേട്ടോ. രാവിലെ തന്നെ കഴിക്കണമെന്നാൽ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് ദിവസത്തിൽ 1 പ്രാവശ്യം കഴിച്ചാലും മതി. നല്ലതാണ് നാരങ്ങ നീര്. കുറേ ഒഴിക്കണ്ട, കുറച്ച് മതി. അപ്പോൾ കണ്ടോ, നല്ല ചായയാണ് കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം.